ശ്രീ ജിൻഡോ ജോൺ, ഇതാ ഈ സിൻജോ ജോൺസന്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട SFI ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗൗരവമേറിയതാണ്. ഞാൻ അങ്ങോട്ട് നേരത്തെയും പറഞ്ഞു അത്. നിങ്ങൾ അതിനെതിരെയും കൂടിയാണ് സമരം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അംഗത്വത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്താത്തത്, സസ്പെൻഡ് ചെയ്യാത്തതെന്ന ചോദ്യം കൃത്യമാണ്. കാരണം നേരത്തെ CPM ഷോ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ SFIയുടെ ഭാഗമായി എല്ലാവരും പുറത്താക്കാൻ സംഘടന തയ്യാറായി, നിങ്ങൾ തയ്യാറാകാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ധീരജിന്റെ അടക്കം കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്, ഞങ്ങളുടെ കുട്ടികളെന്ന് ചേർത്ത് പിടിച്ച നിലപാട് SFI സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും ശരിയാണ്. പറയൂ. മാധു, രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് സിൻജോയുടെ കാര്യം, രണ്ട് ധീരജിന്റെ കാര്യം. സിൻജോയുടെ കാര്യം ഞാൻ ആദ്യം മറുപടി പറയും. സിൻജോ ജോൺസൺ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനും മെമ്പർഷിപ്പും ഉള്ള ആളാണെന്ന് ആർഷോ പറയുന്നു. നമ്മളുടെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ, ആർഷോയ്ക്ക് അത് ബോധ്യമുണ്ടെങ്കിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് സിൻജോ ജോൺസൺ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളി SFIയുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒപ്പം സിദ്ധാർത്ഥനെ കൊന്ന കേസിലെ പ്രതിയാണ് എന്ന് പറയണം. നിങ്ങൾ ആ രേഖകൾ പുറത്തുവിടണം. ഞങ്ങൾക്ക് അത് ബോധ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിമിഷം പുറത്താക്കുക മാത്രമല്ല, സിൻജോ ജോൺസൺ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇനി വരാത്ത രീതിയിൽ തുറുങ്കിലടക്കണമെന്ന് കൂടി യൂത്ത് കോൺഗ്രസ് പറയും. നിങ്ങളത് പറയോ? ഞങ്ങളത് പറയും. ഇനി നിങ്ങൾ MSF കാരനായിട്ടുള്ള ഒരു കുട്ടി അവിടെ അഭിപ്രായം പറഞ്ഞു എന്ന്, ആ കുട്ടി അവിടെ MSF പ്രവർത്തകനല്ല എന്ന് MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട്. കുറ്റം ചെയ്തവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവർക്കെതിരെ SFIക്ക് എന്താ സമരമില്ലാത്തത്? SFI സംസ്ഥാന കമ്മിറ്റിക്ക് എന്താ സമരമില്ലാത്തത്? അതാണ് എൻ്റെ ചോദ്യം. അത് നിങ്ങൾ പറയണ്ടേ. ഇനി രണ്ടാമത്തത്, താങ്കൾ പറഞ്ഞു അക്രമികളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു പുറത്താക്കിയെന്ന്. നിങ്ങളുടെ പാർട്ടിയിലെ അക്രമികളെയാണ് ആദ്യം പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ആർഷോയെ തന്നെയാ. ആർഷോ പിടികിട്ടാ പുള്ളിയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആരെങ്കിലും ഈ നികുതി പണം മേടിക്കുന്ന അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ തോന്നൽ. അങ്ങേക്കെതിരെ കേസുകളില്ലേ? യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ കേസുകളില്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചർച്ചയ്ക്ക് വരാറില്ലേ? അദ്ദേഹത്തിനെതിരെ കേസില്ലേ? നമ്മൾ അതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കാൻ പാടുണ്ടോ? മാധു, ഞാൻ അപമാനമല്ല നടത്തിയേ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ളത് അഭിമാനമാണ്. അങ്ങനെ സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ള SFIക്കാരനും അത് അഭിമാനമാണ്. കൂടെ പഠിച്ച സഹപ്രവർത്തകന്റെ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റലിൽ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്നത്, ആ കേസിന്റെ പേരിൽ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവും അഭിമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കൂടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ അങ്ങ് ഓശാന പാടണമെന്ന് മാധു വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരട്ടെ. നിമിഷ രാജു എന്ന് പറഞ്ഞ AISFന്റെ പെൺകുട്ടിയുടെ പരാതിയുണ്ട്. എന്തായിരുന്നു നമുക്കറിയാലോ. അജാസ് എന്ന് പറഞ്ഞ KSUവിന്റെ പ്രവർത്തകന്റെ പരാതിയുണ്ട്. കോടതിയുടെ നിരീക്ഷണമുണ്ട്. അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. ഈ പാനലിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും പറയാതെ പോകണമെന്ന് പറയല്ലേ. ഇവിടെ SFIയിൽ നിന്ന് ക്രിമിനലുകളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം പുറത്താക്കപ്പെടേണ്ട ആൾ ഇദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, ധീരജിന്റെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ധീരജിന്റെ കൊലപാതകത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു, ആർഷോയും പറഞ്ഞു. ധീരജ് കൊല്ലപ്പെട്ടത് ക്യാമ്പസിന് പുറത്ത് നിഖിൽ പൈലിയെ കൊല്ലാനോടിച്ച SFIക്കാരും നിഖിൽ പൈലിയും തമ്മിലുള്ള അടിപിടിക്കടക്കിലാണ് മരിച്ചത്. കൊല്ലാൻ പോകുന്നവൻ കൊല്ലപ്പെടുമെന്നുള്ള ബോധ്യം വേണം. മരണപ്പെട്ട ധീരജിന്റെ മരണത്തോട് ഞങ്ങൾക്ക് ഖേദം മാത്രമല്ല, സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു, നാളുകളിൽ ആവർത്തിക്കാൻ പാടില്ല. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ ഒരുപാട് മാനവികതയില്ലേ? ഞാനൊന്ന് പറയട്ടെ, താങ്കൾ സംഘടനാ പ്രവർത്തനം മഹാരാജാസ് കോളേജിലെ താങ്കൾ സംഘടനാ പ്രവർത്തനം ചരിത്രം പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു നേതാക്കളിൽ നിന്നും ഞാനും ഇതുവരെ കേട്ടിട്ടില്ല. ഇത് ഒരു കൊട്ടും ക്രിമിനല് ക്യാമ്പസിനകത്ത് കടന്നു കയറി കുത്തിക്കൊലപ്പെടുത്തി, എന്നിട്ട് ആവർത്തിച്ച് അവഹേളിക്കുന്നു ആ വിദ്യാർത്ഥിയുടെ, മരണപ്പെട്ട വിദ്യാർത്ഥി. ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സമയം കൊടുക്കും. അതിനാണ് മാതൃഭൂമി ഈ നിലക്ക് ഫ്ലോർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞാനത് ചോദിച്ചത് CPM ഷോ കേട്ടില്ലേ? ഇനി അദ്ദേഹത്തിന് മറുപടി സമയം കൊടുക്കും. പക്ഷേ ഈ ആർഷോ സംസാരിച്ചപ്പോ ഞാൻ സംസാരിക്കാതിരുന്നില്ലേ? അത് തന്നെയാണ് എന്റെ ജനാധിപത്യ ബോധം. ഈ ജനാധിപത്യ ബോധം SFIക്കാർക്ക് ഇല്ലാത്തതിന്റെ പേരില്ല പൂക്കോട്ട് ക്യാമ്പസിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തത്.